തൃശ്ശൂർ മേയറുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? MK വർഗീസ് BJP-യിലേക്ക് പോകുമോ? ഞങ്ങളത് തൃശ്ശൂരുകാരോടൊന്ന് ചോദിച്ചു നോക്കി. എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. മേയറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേയർ ഇക്കാലം വരെ മിലിറ്ററി സർവീസിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള മനുഷ്യനാണ്. നാടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി കൂട്ടിച്ചേർക്കാവുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സുരേഷ് ഗോപിയും ബഹുമാനപ്പെട്ട നമ്മുടെ മേയറും. സുരേഷ് ഏട്ടൻ തൃശ്ശൂർ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു, വൻ ഭൂരിപക്ഷത്തോട് ജയിച്ചു. ഇനി അടുത്തത് വികസന പരിപാടികളാണ്. സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ അത് സുരേഷ് ഏട്ടൻ ഇന്നലെ പറഞ്ഞിരുന്നു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും ആശങ്കപ്പെടേണ്ട, ഒരു വിഷയവുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ആശയപ്പെടേണ്ട എന്ന് പറഞ്ഞിരുന്നു. മേയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് ചെയ്യണം എന്നുള്ള ചിന്താഗതിയുള്ളൊരു മനുഷ്യനാണ് മേയർ. അപ്പോൾ അതുകൊണ്ടാണ് സുരേഷ് ഏട്ടൻ വികസനത്തിൻ്റെ കാര്യങ്ങളായിട്ട് മേയറായിട്ട് ചർച്ച ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. വികസനത്തിന് പാർട്ടിയില്ല, ആരാണ് MLA ആരാണ് MP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ചേർന്ന് നിന്നിട്ട് വികസനം കൊണ്ടുവരിക. അതാണ് മേയർ പറഞ്ഞത്. മേയർ ഇതേപോലത്തെ ഒരു മേയറെ ഇനി ഇവിടെ കിട്ടണമെങ്കിൽ തപസ്സിരിക്കണം. സുരേഷ് ഗോപിനെ BJP-കാരനാണെന്ന് പറഞ്ഞിട്ട് മേയർ BJP ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇതിലേക്ക് കൊണ്ടുവരാണ്ട് മറ്റ് CPM-മാർ ഈ പറഞ്ഞ പോലെ അവർ രണ്ടുപേരെയും ദുഷിച്ച് പറയുന്നത് നിർത്തിയിട്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നോക്കുക. അല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞ് അവരെ തമ്മിൽ തെറ്റിപ്പിക്കാനോ അതിനൊന്നും നിൽക്കാതെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അവരെ ഒപ്പം നിന്ന് നമ്മൾ മുന്നോട്ട് പോവുക. മകുട ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുൻപ് സുരേഷ് ഗോപി ശക്തൻ മാർക്കറ്റിൽ നടത്തിയ വികസന പ്രവർത്തനം. അതിന് വളരെ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് കോർപ്പറേഷൻ മേയർ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് 100% അദ്ദേഹത്തിൻ്റെ ആർജവത്തോടു കൂടിയുള്ള പ്രവർത്തനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്ന് വികസനം മുരടിച്ച ഞാൻ ചെയ്യുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഭാവി തലമുറ കൂടിയായത്. നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി നമ്മൾ നാടിൻ്റെ വികസനത്തിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ നാട് അത് പിറകോട്ടാണ് നമ്മൾ പോവുക. അതിന് നമ്മൾ അനുവദിച്ചുകൂടാ. രാഷ്ട്രീയത്തെക്കാൾ ഉപരി നമ്മുടെ നാടിൻ്റെ വികസനം, അതിനാരൊക്കെ ഒന്നിക്കുന്നു, അതിന് നമുക്ക് കേന്ദ്രമന്ത്രി വേണം, നമ്മുടെ മേയറും ഒന്നിച്ചുകൂടി ചേരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലും രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ നാടിൻ്റെ വികസനമാണ് നമ്മൾ നോക്കേണ്ടത്.